പ്രിയപ്പെട്ടവരെ, ഞങ്ങൾ ആലുവക്കാർക്ക് അഭിമാനകരമായ ചില കാര്യങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് ആലുവ പുഴ എന്ന് ഞങ്ങൾ വിളിക്കുന്ന പെരിയാറാണ്. ഏത് വേനൽക്കാലത്തും വെള്ളം പറ്റാത്ത, ഒഴുക്കുള്ള, ശുദ്ധജലം മാത്രം ഒഴുകിയിരുന്ന ഒരു നദിയാണ് പെരിയാർ. പെരിയാറിനെ ഇപ്പോൾ നമുക്ക് അത്രയും സന്തോഷത്തോടെ പറയാൻ പറ്റുകയില്ല. കാരണം മണൽ വാരി വാരി ഈ റിവർ ബെഡാകെ നാശകൂടാക്കി. പിന്നെ കരിമണൽ കർത്താവിനെ പോലുള്ള ആളുകൾ നിരന്തരമായി വിഷം ഒഴുക്കുന്നത് കൊണ്ട് അതിൻ്റെ നൈർമല്യം നഷ്ടമായി. പക്ഷേ എങ്കിലും പെരിയാർ ഇപ്പോഴും ഒരു സംഭവം തന്നെയാണ്, യാതൊരു സംശയമില്ല. ഈ പെരിയാറിൻ്റെ തീരത്താണ് ആലുവ ശിവരാത്രി ആഘോഷം നടക്കുന്നത്. ആലുവ മണപ്പുറം ഇപ്പോൾ ഇല്ല. മണപ്പുറത്തെ മണൽ മുഴുവൻ വാരി വാരി ഇപ്പോൾ പുൽപ്പുറമായി. എന്നാലും പുൽപ്പുറം എന്ന് പറയാവുന്ന ഒരു മൺതിട്ട ഇപ്പോഴും ഉണ്ട്. അവിടെ എല്ലാ വർഷവും ശിവരാത്രി നടക്കുന്നുണ്ട്. അതാണ് വിഖ്യാതമായ ആലുവ ശിവരാത്രി. അപ്പോൾ ഒന്നാമത്തത് ഈ പുഴയാണ്. രണ്ടാമത്തത് ഈ പുഴയുടെ തീരത്തുള്ള രണ്ട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണ്. അത് ഒന്ന് ആലുവയിലെ യൂണിയൻ ക്രിസ്ത്യൻ കോളേജാണ്, മറ്റേത് മംഗലപ്പുഴ സെമിനാരിയാണ്, സെൻറ്റ് ജോസഫ് പൊന്തിഫിക്കൽ സെമിനാരി. മൂന്നാമത്തേത് ശ്രീനാരായണ ഗുരുദേവൻ ആരംഭിച്ച, അദ്ദേഹത്താൽ സ്ഥാപിക്കപ്പെട്ട അദ്വൈതാശ്രമമാണ്. ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സ്വതന്ത്രത്വേന വാഴുന്ന അല്ലെങ്കിൽ വാഴേണ്ട ആലുവയിലെ അദ്വൈതാശ്രമമാണ്. ഇനി പറയാൻ പോകുന്നത് സത്യം പറഞ്ഞാൽ പുതുതലമുറക്കാർക്ക് ആവേശം വരേണ്ട ഒരു വാർത്തയാണ്. അത് ആലുവയിലെ ഫെഡറൽ ബാങ്കാണ്. ഫെഡറൽ ബാങ്ക് എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ തന്നെ ഏറ്റവും അധികം ശാഖകളുള്ള കമേഴ്ഷ്യൽ ബാങ്കാണ്. ഏറ്റവും അധികം പണമിടപാട് നടക്കുന്ന ഒരു സ്ഥാപനമാണ്. ഇത് സത്യത്തിൽ ആലുവയിലല്ല സ്ഥാപിക്കപ്പെട്ടത്. തിരുവല്ലക്കടുത്ത് നെടുമ്പ്രം എന്ന സ്ഥലത്ത് ആരോ തുടങ്ങി വച്ച ഒരു ബാങ്കാണ്. അങ്കമാലിക്കാരനായ KP ഹോർമിസ് എന്നയാൾ വലിയ വിഷണറിയായിരുന്നു. അദ്ദേഹം ഈ ബാങ്ക് പണം കൊടുത്ത് വാങ്ങുകയും അതിൻ്റെ ഹെഡ് ഓഫീസ് ആലുവയ്ക്ക് മാറ്റിച്ചു. ആലുവയിൽ നേരത്തെ പാലാ സെൻട്രൽ ബാങ്ക് പ്രവർത്തിച്ചിരുന്ന കെട്ടിടത്തിലോ മറ്റോ ഇത് പ്രവർത്തനം ആരംഭിക്കുകയും വലിയ വിജയമായിട്ട് ബാധിച്ചു. ആദ്യകാലത്ത് ഒരു കുറിക്കമ്പനിയായിരുന്നു ഫെഡറൽ ബാങ്ക്. പിന്നെ ഈ KP ഹോർമിസ് എന്ന് പറഞ്ഞ പ്രഗത്ഭനായ ബാങ്കറുടെയും അദ്ദേഹത്തിൻ്റെ സഹോദരൻ KP ചെറിയാൻ്റെയും നേതൃത്വത്തിൽ ഇത് വലിയ വിജയമായിട്ട് മാറി. അന്ന് ഇതുപോലുള്ള ബാങ്കുകൾ വേറെ ഉണ്ടായിരുന്നു. കൊച്ചിൻ ബാങ്ക് ഉണ്ടായിരുന്നു, അതുപോലെ നെടുങ്ങാടി ബാങ്ക് ഉണ്ടായിരുന്നു, പിന്നെ പറവൂർ സെൻട്രൽ ബാങ്ക് ഉണ്ടായിരുന്നു, പിന്നെ കാത്തലിക് സിറിയൻ ബാങ്ക്, സൗത്ത് ഇന്ത്യൻ ബാങ്കും ധനലക്ഷ്മി ബാങ്കും ഉണ്ടായിരുന്നു, മറ്റ് പല ബാങ്കുകളും ഉണ്ടായിരുന്നു. പക്ഷേ ഇവയൊക്കെ ബഹുദൂരം പിന്നിലാക്കിക്കൊണ്ട് ഫെഡറൽ ബാങ്ക് മുന്നേറി. അത് പ്രധാനമായിട്ടും വടക്കേ ഇന്ത്യയിൽ, പ്രത്യേകിച്ച് ഒറീസ, പശ്ചിമ ബംഗാൾ, ബീഹാർ ഇങ്ങനെയുള്ള കിഴക്കൻ സംസ്ഥാനങ്ങളും വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളും, അതായത് ആസാമിലും മണിപ്പൂരിലും കൊഹിമയിലും ഒക്കെ പോയിട്ട് ഫെഡറൽ ബാങ്ക് ബ്രാഞ്ച് തുടങ്ങി. അന്ന് ആളുകൾ പറഞ്ഞു ഈ ഓർമീസിന് എന്തിൻ്റെ അസുഖമാണ്, അവിടെയൊക്കെ പോയി ബ്രാഞ്ച് തുടങ്ങി കഴിഞ്ഞാൽ വല്ല രക്ഷയും കിട്ടും. പക്ഷേ അതൊക്കെ വലിയ വിജയമായിട്ട് മാറി. കാരണം ആ പ്രദേശത്തൊക്കെ കമേഴ്ഷ്യൽ ബാങ്കുകൾ വളരെ കുറവായിരുന്നു. അപ്പോൾ ഇവിടെ നിന്ന് കുറേ ആളുകൾ, എൻ്റെ കൂടെ പഠിച്ച ചില ആളുകളൊക്കെ അന്ന് ബാങ്ക് ജീവനക്കാരായിട്ട് പോയി. അവരൊക്കെ വലിയ ഓഫീസർമാരായിട്ടാണ് അവിടെ നിന്ന് പിരിഞ്ഞത്. ഇപ്പോൾ 10ാം ക്ലാസ് പാസ്സായിട്ട് ഫെഡറൽ ഡിപ്ലോമ എന്ന് പറഞ്ഞൊരു കോഴ്സുണ്ട്. ഈ ഡിപ്ലോമ പഠിക്കുന്നവർ അവർ ഞങ്ങളെപ്പോലെ ഷേക്സ്പിയറും ഷെല്ലിയും ഒന്നും പഠിച്ചിട്ടില്ല. പക്ഷേ കണക്കൂട്ടുന്ന വിദ്യ കൃത്യമായിട്ട് പഠിച്ചു. അത് പാസ്സായവർക്ക് ബാങ്കിൽ ജോലി കൊടുക്കും. ബാങ്കിൽ ജോലിക്കാരായിട്ട് കയറുന്നവർ പിന്നീട് ബാങ്കിൽ ഓഫീസർമാരായിട്ട് മാറും, പിന്നെ മാനേജർമാരായിട്ട് മാറും. ആ വലിയ വലിയ ഉയർന്ന പദവികളിലൊക്കെ എത്തും. വൈസ് പ്രസിഡൻറ്റ് എന്നൊക്കെ പറഞ്ഞ പദവിയിലെത്തും. അങ്ങനെ ഈ ബാങ്ക് ഭയങ്കരമായിട്ട് ഫ്ലറിഷ് ചെയ്തു. ഉർമി സാറ് മരിച്ചു, ചെറിയാൻ സാറ് മരിച്ചു. പിന്നെ പ്രൊഫഷണൽ മാനേജ്മെൻറ്റ് വന്നു. ബാങ്ക് കംപ്ലീറ്റ് കമ്പ്യൂട്ടറൈസ് ചെയ്തു. കോർ ബാങ്കിങ് തുടങ്ങി. വലിയ പുരോഗതിയിൽ നിന്ന് പുരോഗതിയിലേക്ക് ബാങ്ക് കുതിച്ച്. അതനുസരിച്ച് കസ്റ്റമർ സർവീസും കിട്ടും. ദോഷം പറയുന്നത് ഈ കമേഴ്ഷ്യൽ ബാങ്കുകളിൽ വെച്ച് ഏറ്റവും നന്നായിട്ട് ഉപഭോക്താക്കളെ സേവിക്കുന്ന ബാങ്ക് ഇപ്പോഴും ഫെഡറൽ ബാങ്ക് തന്നെയാണ്. അതുകൊണ്ടൊക്കെ ഞങ്ങൾ ആലുവക്കാരെന്ന് അഭിമാനിക്കുകയും നെഞ്ചുവീക്കുകയും ചെയ്തു. ഇപ്പോൾ ഈ ഫെഡറൽ ബാങ്കിനെ കുറിച്ച് പറയുമ്പോൾ എൻ്റെ ഓർമ്മയിലേക്ക് വരുന്നത് ഇതിൻ്റെ പഴയ എംബ്ലമാണ്. ഫെഡറൽ ബാങ്കിൻ്റെ ചിഹ്നം എന്ന് പറയുന്നത് കാളയെ പൂട്ടുന്ന കർഷകനാണ്. ഒരേറ് പോത്തിനെ അല്ല, കാളയെ പൂട്ടുന്ന ഒരു കർഷകനാണ്. 70കളിൽ ഈ പല സ്ഥലങ്ങളിലും പോയിട്ട് ബ്രാഞ്ച് തുടങ്ങുന്ന ആ സമയത്ത് ഈ കർഷകന് ചുറ്റും ഒരു ചക്രവും കൂടി സംഘടിപ്പിച്ചു. അതായത് വ്യവസായ പുരോഗതിയെ കൂടി സൂചിപ്പിക്കാനാണ്. ആ ചിഹ്നത്തിലാണ് ഇത് ഒരുപാട് കാലം ഓടിക്കൊണ്ടിരുന്നത്. കോൺഗ്രസിൻ്റെ ചിഹ്നം കലപ്പേന്തിയ കർഷകൻ അല്ലാണ്ടായിട്ടും, അല്ല മുഖം വച്ച കാളെ അല്ലാണ്ടായിട്ടും ഫെഡറൽ ബാങ്ക് ഈ പേരിലാണ് ഓടിക്കൊണ്ടിരുന്നത്. പക്ഷേ സമീപകാലത്ത് ആ ചിഹ്നം തന്നെ മാറ്റി. വേറെ എന്തോ ഒരു അപലക്ഷണം പിടിച്ച ആ ഒരു എംബ്ലമാണ് ഇപ്പോൾ ഫെഡറൽ ബാങ്കിലുള്ളത്.
അത് ദോഷം പറഞ്ഞല്ലോ. കാനറ ബാങ്കിൻ്റെയും മിക്കവാറും എല്ലാ ബാങ്കിൻ്റെയും ഈ ചിഹ്നം മാറ്റി, എംബ്ലം മാറ്റി. ഫെഡറൽ ബാങ്കും മാറി. ഇപ്പോൾ ഞാൻ പറയാൻ വന്നത് ഇതൊന്നുമല്ല. അതിൽ ഈ ശരിയായിട്ടുള്ള തമാശ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ദിവസം പത്രത്തിൽ വായിച്ചപ്പോൾ സത്യത്തിൽ എനിക്ക് ഭയങ്കര കോരിത്തിരിപ്പുണ്ടായി. ഫെഡറൽ ബാങ്കിൻ്റെ ബ്രാൻഡ് അംബാസഡറായിട്ട് സിനിമാ നടി വിദ്യ ബാലനെ നിയോഗിക്കുകയാണ്. നിയമിക്കുമോ എന്ന് എനിക്കറിയില്ല, നിയമന ഉത്തരവ് വേണ്ട. ബ്രാൻഡ് അംബാസഡറായിട്ട് സിനിമാ നടി വിദ്യ ബാലനെ തീരുമാനിച്ചിരിക്കുകയാണ്. വിദ്യ ബാലൻ്റെയും ബാങ്കിലെ ചില ഉദ്യോഗസ്ഥന്മാരുടെ കൂടി പടം ചില പത്രത്തിൽ കണ്ടു. ചില പത്രങ്ങളിലൊക്കെ വിദ്യ ബാലൻ്റെ പടം മാത്രം ഉണ്ടായിരുന്നു. കാരണം ബാങ്ക് ഉദ്യോഗസ്ഥന്മാരുടെ പടം പത്രത്തിൽ കൊടുത്താൽ പത്രത്തിൻ്റെ സർക്കുലേഷൻ ചിലപ്പോൾ കുറയാൻ സാധ്യത എന്നുള്ളതുകൊണ്ട്. ഏതായാലും പുതിയ തലമുറയിൽപ്പെട്ട ഒരുപാട് ആളുകൾ ഈ വിദ്യ ബാലൻ്റെ ആരാധകരാണ്. ഈ ഫെഡറൽ ബാങ്കിൻ്റെ അംബാസഡറായിട്ട് ഈ മാന്യ മഹിള വരുന്നതോടുകൂടി ബാങ്കിൻ്റെ കച്ചവടം പൂർവാധികം ശക്തിപ്പെടും എന്നുമൊക്കെയാണ് ഇവർ വ്യാമോഹിക്കുന്നത്. ഉർമി സാറിൻ്റെ കാലത്ത് ഷീലയോ KR വിജയോ അതല്ലെങ്കിൽ ഉണ്ണിമേരിയോ മറ്റോ ബ്രാൻഡ് അംബാസഡർ ആക്കിയിരുന്നെങ്കിൽ ഈ ബാങ്കിൻ്റെ കച്ചവടം ഒന്നുകൂടി മെച്ചപ്പെട്ടത്. പക്ഷേ പുള്ളിക്ക് ആ ബുദ്ധി പോയില്ല. ഉർമി സാറ് പോയിട്ട് പിന്നീട് വന്ന പ്രൊഫഷണൽ മാനേജർമാർ അവർക്കും തോന്നിയില്ല. അന്ന് ഇവിടുത്തെ എത്രയോ നല്ല നടികളുണ്ടായിരുന്നു ഇല്ലേ, ഒരാളെയും ചിന്തിച്ചില്ല. ഇപ്പോൾ തന്നെ വേണമെങ്കിൽ സണ്ണി ലിയോണിനെ ഫെഡറൽ ബാങ്കിൻ്റെ അംബാസഡറാക്കാൻ. പക്ഷേ എന്ത് കാരണത്താലെന്നറിയില്ല വിദ്യ ബാലനാണ് ഇപ്പോൾ ഇവർക്ക് കിട്ടിയിട്ടുള്ളത്. ഈ ബ്രാൻഡ് അംബാസഡർ ഇല്ലാത്തതുകൊണ്ടാണ് ബാങ്ക് ഇതിലധികം പുരോഗമിക്കാൻ. ഇപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും വലിയ കമേഴ്ഷ്യൽ ബാങ്കാണ്, ഏറ്റവും വലിയ ഷെഡ്യൂൾഡ് ബാങ്കാണ്, ഏറ്റവും അധികം പണമിടപാട് നടക്കുന്ന ഒരു ധനകാര്യ സ്ഥാപനമാണ്. സത്യം പറഞ്ഞാൽ ഈ കാരണവന്മാർ പറഞ്ഞതിൻ്റെ സ്വാരസ്യം എനിക്കിപ്പോഴും മനസ്സിലായി. വിദ്യാധനം സർവധനാൽ പ്രധാനം എന്ന് കേട്ടിട്ടില്ലേ? അത് സംസ്കൃതത്തിലുള്ള ഒരു ശ്ലോകത്തിൻ്റെ 4ാമത്തെ വരിയാണ്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഇതിന് മുമ്പത്തെ വരികൾ ഏതാണ്ട് ഇതുപോലെയാണ്. നജോരഹാര്യം നജ രാജഹാര്യം ന ഭ്രാതൃഭ്രാജ്യം ന കരോതി ഭാരം വ്യയേ കൃതേ വർദ്ധിതയേവ നിത്യം വിദ്യാധനം സർവധനാൽ പ്രധാനം. അതിൻ്റെ അർത്ഥം ഏതാണ്ട് ഇതുപോലെയാണ്. കള്ളന്മാർക്ക് കട്ടുകൊണ്ടുപോകാൻ പറ്റാത്തത്, രാജാക്കന്മാർക്ക് പിടിച്ചു പറിക്കാൻ പറ്റാത്തത്, സഹോദരന്മാർക്ക് വീതിച്ചു കൊടുക്കേണ്ടാത്തതും ഭാരമില്ലാത്തതും. വ്യയേ കൃതേ വർദ്ധിതേവയെന്ന് വെച്ചാൽ എടുത്ത് പ്രയോഗിക്കും തോറും അതിൻ്റെ മേന്മ വർദ്ധിക്കും, തീർന്നു പോകാത്തത്. വ്യയേ കൃതേ വർദ്ധിതേ, എടുത്ത് പെരുമാറും തോറും വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നതുമായ ഒരു സംഗതിയാണ് വിദ്യാധനം സർവധനാൽ പ്രധാനം. ഈ വിദ്യാധനം എന്നുള്ളതിന് നമ്മൾ ഉദ്ദേശിക്കാത്തൊരു അർത്ഥം പോകുന്നു. വിദ്യാബാലൻ ഒരു ധനകാര്യ സ്ഥാപനമായ ഫെഡറൽ ബാങ്കിൻ്റെ ബ്രാൻഡ് അംബാസഡറായിട്ട് വന്നിരിക്കുകയാണ്. ഇനി പിടിച്ചാൽ കിട്ടില്ല. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ദിവസങ്ങൾ എണ്ണപ്പെട്ടു. ഫെഡറൽ ബാങ്കിൻ്റെ ഈ പുതിയ മേലാളന്മാരോട് എനിക്ക് പണ്ടേ ബഹുമാനമാണ്. ഇപ്പോൾ ആ ബഹുമാനം പൂർവാധികം ശക്തിപ്പെട്ടിരിക്കുകയാണ്. മറ്റ് ബാങ്കുകളൊക്കെ നോക്കേണ്ടത്. ഇപ്പോൾ ധനലക്ഷ്മി ബാങ്കിൻ്റെ ആ ബ്രാൻഡ് അംബാസഡറായിട്ട് സണ്ണി ലിയോണിനോ അല്ല, ഫെഡറൽ ബാങ്കിൻ്റെ നേരത്തെ മമ്മൂട്ടി വന്നിട്ട് കച്ചവടത്തിൽ എന്ത് വർധനമുണ്ടായെന്ന് എനിക്കറിയില്ല. ഇനി കാത്തലിക് ശ്രീയം ബാങ്കിൻ്റെ പേര് പോലും പോയി, CSB ബാങ്ക് എന്നാണ്. CSB ബാങ്കിൻ്റെ അംബാസഡറായിട്ട് നയൻതാരയൊക്കെ ആലോചിക്കാവുന്നതാണ്. ഏതായാലും വിദ്യാബാലനെ കൊണ്ട് ധനവാന്മാരെയും അറിയിക്കുന്ന വിദ്യാധനം സർവധനാൽ പ്രധാനം എന്ന് കണ്ടെത്തിയ ഫെഡറൽ ബാങ്കിൻ്റെ പുതിയ മുതലാളിമാരോടും ഉള്ള എൻ്റെ അഭിനന്ദനവും ആദരവും വ്യക്തമായിക്കൊണ്ട് തൽക്കാലം വിടാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.